aims of education. അത് അവിടെ ചെയ്യണം അല്ലേ? ഒന്ന് ചെയ്യാം, നമുക്ക് ആഫ്റ്റർനൂൺ ചെയ്യാം. അവിടെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചാൽ മതി അല്ലേ? അല്ല, നമ്മൾ താൽക്കാലികമായിട്ട് സ്ഥിരം എല്ലാ ദിവസവും അങ്ങോട്ട് എടുത്തു കൊണ്ടോണ്ട ആവശ്യം. അവിടുന്ന് ആവശ്യമാണെങ്കിൽ എടുക്കുക എന്നുള്ളത്, അവിടുന്ന് ആവശ്യമാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതി. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. We are discussing aims of education. There are three types of education. Aims of education: general aim, traditional aim, modern aim. Now, general aim. General aims of education. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ general aim knowledge aim of education ആണ്. Then second one vocational aim of education. Then third one character and personality aim development aim of education. ഇത്രയാണ് പറഞ്ഞത് അല്ലേ? Fourth one spiritual and material aim of education. ശരിക്കും ഇത് രണ്ട് എയിം വരുന്നുണ്ട്. ശരിക്കും തൊട്ട് മുമ്പത്തെ എയിമും നമുക്ക് രണ്ടെണ്ണാക്കി മാറ്റാവുന്നതാണ് കേട്ടോ. ക്യാരക്ടർ എയിം, ക്യാരക്ടർ ഡെവലപ്മെന്റ്, ദെൻ പേഴ്സണാലിറ്റി. രണ്ടും ഒരു സെയിം മീനിങ് ആണെങ്കിലും ഏകദേശം സെയിം മീനിങ് ആണ്. രണ്ട് എയിമായിട്ട് എഴുതാം. അതേപോലെ ഇതും നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് എഴുതാം. സ്പിരിച്വൽ എയിം, മോറൽ എയിം, മെറ്റീരിയൽ എയിം. രണ്ട് ഡിഫറെന്റ് ആണ്. സ്പിരിച്വൽ എന്നുള്ളത് മെറ്റീരിയൽ അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. സ്പിരിച്വല് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ആണ് അല്ലെ, ഓപ്പോസിറ്റ് വേർഡ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. Some believe that education should more concentrate on immortal spiritual aspects of life rather than this material life. അപ്പൊ നമ്മളിനി മോഡേൺ എയിമും ട്രഡീഷണൽ എയിമും ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പിരിച്വൽ എയിം ട്രഡീഷണൽ ആയിട്ട് വരും, മെറ്റീരിയൽ ലൈൻ മോഡേൺ ആയിട്ട്. നമ്മളിപ്പോൾ മോഡേൺ എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം, നന്നായി പെർഫോം ചെയ്യാം എന്നുള്ളതാണ്. ട്രഡീഷണൽ ലൈഫിലെ കാര്യം നമ്മുടെ സ്പിരിറ്റിനെ എങ്ങനെ നന്നാക്കാം, നമ്മുടെ ആത്മാവിനെ എങ്ങനെ നന്നാക്കാം. Is there a difference between spiritual and moral? അല്ലേ, വ്യത്യാസമുണ്ട് അല്ലേ? ചെറിയ വ്യത്യാസങ്ങളുണ്ട് സ്പിരിച്വൽ ആൻഡ് മോറൽ. ചില വേർഡുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? ഇപ്പൊ ഇന്നലെ ഒരു ഡിസ്കഷന്റെ ചെറിയ പാർട്ടി ഞാൻ ഡീസൻസി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുന്ന ചർച്ചയിൽ എന്താണ് മാന്യത. ചർച്ച നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. മാന്യത നമ്മൾ പറയുന്ന ആ മറുപടിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല മാന്യത. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാം, ഇന്നതാണ് മാന്യത ഇല്ല അല്ലെ. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഓരോ സാഹചര്യം സന്ദർഭം അനുസരിച്ചും ഡിഫറെന്റ് ആവും. ഡാൻസ് കളിക്കുന്ന സ്ഥലത്ത് വെറുതെ നിൽക്കുക എന്നുള്ളത് മാന്യതയല്ല അല്ലെ. അത് അവിടെ അത് ഡീസൻസി അല്ല. അതേസമയം ക്ലാസ് വെറുതെ ഇരിക്കേണ്ടടുത്ത് ഡാൻസ് കളിക്കുന്നത് അവിടെ അതും ഡീസൻസി അല്ല. അപ്പൊ ഒരു കോണ്ടസ്റ്റ് ആണ് പ്രധാനം. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് എന്നതാണെന്ന് പറയാൻ പറ്റില്ല. സ്പിരിച്വൽ മോറലൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും അല്ലെ. ഇന്ന യൂണിവേഴ്സൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. അതായത് സ്പിരിച്വൽ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഇന്നർ സെൽഫ് ആണെന്നും മോറൽ എന്ന് പറയുന്നത് മൊറാലിറ്റി, ബിഹേവിയറൽ ഒരു ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ കോഡാണ്. ഇതിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോഴും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇനി എന്താണ് ഒന്നുകൂടി പറയണം. എന്താണ് മൊറാലിറ്റി ചോദിച്ചാൽ ചെറിയ പ്രശ്നം. എന്താണ് ഡീസൻസി എന്ന് പറയുന്നത് അതേ അവിടെയും വരില്ല. എന്താണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രശ്നം വരില്ല അല്ല, പ്രശ്നം വരും. ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇത് രണ്ടെണ്ണമായിട്ട് എഴുതാട്ടോ. ഇൻഡിവിജ്വൽ എയിം ആൻഡ് സോഷ്യൽ എയിം. ഇൻഡിവിജ്വൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ രണ്ട് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇൻഡിവിജ്വൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അടുത്തത് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. Some educations are of the opinion that full growth and development of the is the most important of education, whereas others consider social development as the primary aim of education.
അപ്പൊ ചിലർ പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ചിലർ പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പഴയ പ്ലാറ്റോ റിപ്പബ്ലിക്കിലൊക്കെ പറഞ്ഞാൽ സോഷ്യൽ എയിമായിട്ടില്ലേ, മുഴുവനായിട്ട് സോഷ്യൽ എയിമാണ്. ഇൻഡിവിജ്വൽ എയിമിന് പ്രാധാന്യം. ഇത് നമുക്ക് ഇതിനെ ഈ ഒരു സാധനത്തെയും മോഡേൺ ട്രഡീഷൻ എന്ന് പറയുകയാണെങ്കിൽ അല്ലെ, ട്രഡീഷണലിൽ സോഷ്യൽ എയിമിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രാധാന്യം അല്ലെ, അങ്ങനെയല്ലേ പറയുന്നുണ്ടല്ലേ. മോഡേൺ എയിമിൽ ഇൻഡിവിജ്വലിസം കൂടുതൽ വന്നതായതുകൊണ്ട് ഇൻഡിവിജ്വൽ എയിമിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. Then religious aim, secular aim. ഇത് രണ്ടായിട്ട് എഴുതാം. റിലീജിയസ്, സെക്കുലർ എയിം. Religious aim and secular aim. തൊട്ടുമ്പത്തെ ഇൻഡിവിജ്വൽ എയിം ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞ ഈ സെക്കുലർ എന്നുള്ള വേർഡ് നമ്മൾ പലപ്പോഴും അല്ലെ ചിലരൊക്കെ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ തൊട്ടു ഇപ്പടുത്തൊരാണ് പറയുന്നത് ഞാൻ സെക്കുലർ അല്ല, കാരണം ഞാൻ റിലീജിയസ് ആണ്. സെക്കുലർ അല്ല, പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യൻ കോൺസ്റ്റന്റ് അല്ലെ. റിലീജിയസ് ആകുന്നതിന് സെക്കുലർ ആവും. അത് സെക്കുലർ എന്താണെന്ന് നമ്മൾ പറയുന്നതനുസരിച്ചാണ് ആ സാധനം. സെക്കുലർ എന്ന് പറഞ്ഞാൽ വിതൗട്ട് റിലീജിയൻ ആണെന്ന് ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് ആ ഒരു മീനിങ് ഉണ്ട്. അത് സെക്കുലർ എന്നുള്ളതിന് ആ സാധനം മീനിങ് ഉണ്ട്. അതേസമയം ഒരാൾക്ക് റിലീജിയസ് ആവുന്നതോടൊപ്പം തന്നെ സെക്കുലർ ആവും. അവിടെ മീനിങ് നമ്മൾ ഗാന്ധിയൻ നെഹ്റുവിയൻ സെക്കുലറിസം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഒരു റിലീജിയൻ വിശ്വസിക്കുമ്പോൾ മറ്റു റിലീജിയനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ രണ്ടു മൂന്ന് ടൈപ്പിൽ സെക്കുലറിസം പറയാം. അപ്പം റിലീജിയസ് എയിം അത് ട്രഡീഷണൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. റിലീജിയസ് എയിം. സെക്കുലർ എയിമോ, സെക്കുലർ എയിം എന്ന് പറയുന്നത് മോഡേൺ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിന് പുതിയ കാലത്ത് വിദ്യാഭ്യാസം കിട്ടും, ഒരാൾ സെക്കുലർ ആയി മാറും. അതേസമയം ട്രഡീഷണലില് ഓരോരോ അങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസ ഹിസ്റ്ററിയിൽ പഠിച്ചതല്ലേ. പഴയ കാലത്ത് ഓരോ റിലീജിയൻ ബേസ് ചെയ്തോട്ടാണ് അല്ലെ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. ഓരോ റിലീജിയൻ ബേസ് ചെയ്ത് വേറൊരു പബ്ലിക് എഡ്യൂക്കേഷൻ എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ റിലീജിയസിലാകുമ്പോൾ മോക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ അതായിരിക്കും ലക്ഷ്യം. എല്ലാ റിലീജിയസിന്റെയും ഒരു എൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എൻഡ് എയിം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്, സാൽവേഷൻ. അത് ഡിഫറെന്റ് മീനിങ് ആണ് ഓരോരുത്തരും ഉണ്ടാവുക അല്ലെ. ഓരോരുത്തർ പറയാം എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ ലൈഫിൽ നല്ലത് ചെയ്തിട്ട് അടുത്ത ലൈഫിൽ നല്ലത് കിട്ടണം, അതാണ് മോക്ഷം അല്ലെങ്കിൽ സാൽവേഷൻ ഒക്കെ. അത് വ്യത്യസ്ത ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. Then for the life hereafter, അതൊക്കെ ഹിയർ ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം സെക്കുലർ എയിം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ എങ്ങനെ ഇവിടെ സ്ട്രിക്ട്ലി റിലീജിയസ് ബേസ് അല്ലാതെ ഇങ്ങനെ ഇവിടെ ജീവിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതെങ്ങനെ കോൺട്രവേഴ്സ്യൽ ആയി എന്നത് ശരിക്കും അതിനൊരു യൂറോപ്യൻ ഹിസ്റ്ററിയാണ് അല്ലെ. നിങ്ങൾക്ക് അറിയായിരിക്കും എന്തുകൊണ്ടാണ് ഈ സെക്കുലർ എയിമും റിലീജിയസും പലപ്പോഴും പലരും രണ്ടായിട്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, യൂറോപ്പില് റിലീജിയസ് തന്നെയായിരുന്നു ഭയങ്കര, ഈവൻ രാജ്യം ഭരണം വരെ ഉണ്ടായിരുന്നത് അല്ലെ. ഭയങ്കര പൊളിറ്റിക്സ്, രാജാക്കന്മാര് വരികയും ബിഷപ്പുമാരും ഒക്കെ ഭരിച്ചിരുന്നതും റിലീജിയൻ തന്നെയായിരുന്നു. അപ്പൊ അതിനെതിരെ ഒരു റിവോൾട്ട് ആയിട്ടാണ് സെക്കുലറിസം വന്നത്. റിവോൾട്ടായിട്ട് അതിനെതിരെ ഒരു വിപ്ലവമായിട്ടാണ് വന്നത്. അപ്പൊ അവര് വന്നപ്പോ സ്വാഭാവികമായിട്ടും മതത്തെ പൂർണ്ണമായിട്ട് എതിർത്തു. അങ്ങനെയല്ലേ നമ്മൾ ഈ എല്ലാ റിവോൾട്ടിന്റെ ഒരു പ്രത്യേകത അതാണ്, നിലവിലുള്ള സിസ്റ്റത്തെ പൂർണ്ണമായിട്ടാണ് എതിർക്കും. ചിലപ്പം പൂർണ്ണമായിട്ട് എതിർക്കുക ഒരു 70% ആയിരിക്കും ചിലപ്പോൾ തിരുത്തേണ്ടി വരിക. പക്ഷെ തിരുത്തുമ്പോൾ 100% ആണ് ഈ റിവോൾട്ട് വരിക. അങ്ങനെ റിലീജിയനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടപ്പോ എന്തായി, ഭയങ്കരമായിട്ട് അങ്ങനെയാണ് സെക്കുലറിസം ആന്റി റിലീജിയസ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് യൂറോപ്പിൽ ഭയങ്കര ആ രീതിയിൽ വന്നത്. പക്ഷെ അതിനുശേഷം ശരിക്കും വിക്ടോറിയൻ ഡിലമ്മയൊക്കെ വരുന്ന ലിറ്ററേച്ചറൊക്കെ പഠിച്ചവർക്ക് അറിയാം അല്ലെ. മതം ഉപേക്ഷിച്ചു, അത് ഫെയ്ത്ത് തന്നെ ഒഴിവാക്കി, എന്നിട്ട് സയൻസിലേക്ക് ഭയങ്കരമായിട്ടൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു ഡിലമ്മ ഉണ്ടായതാണ്. പിന്നെ എന്താ ഒരു ഭയങ്കര പ്രതിസന്ധി, ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. അപ്പോഴാണ് ടോവർ ബീച്ചിൽ ടോവർ ബീച്ചിൽ ആർണോൾഡ്
ലെറ്റസ് ലവ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് സ്നേഹിക്കാൻ ഈ ഒരു എന്താ പറയാ ഊഷരതയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സ്നേഹിക്കുക എന്ന് പറയുന്നത്. നമുക്ക് സ്നേഹിക്കാം, അങ്ങനെ ഒരു ലവിനെ ഒരു റിലീജിയൻ ആക്കി മാറ്റേണ്ടി വരും എന്നൊരു സാധനമാണ് പിന്നെ ആൾക്കാർ ഈ കവികളൊക്കെ തേടുന്നത്. കാരണം അവർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഈ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ റിലീജിയനെ എടുക്കാൻ പറ്റുന്നില്ല, റിലീജിയനെ ഒഴിവാക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സ് ഒരു പിന്നെ വരണ്ടു പോകുന്നു എന്നുള്ളൊരു സാധനം. ഇതിനാണ് വിക്ടോറിയൻ ഡിലമ്മ എന്ന് പറയുന്നത്, സയൻസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. എഡ്യൂക്കേഷൻ ഫോർ ലെഷർ is the time which is utilized for enjoyment. വിദ്യാഭ്യാസം ആസ്വാദനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, അതാണ് ഇപ്പൊ നമ്മൾ പുതിയ കാലത്ത് എന്ത് പറയുന്നത്, എഡ്യൂറ്റൈൻമെന്റ് അല്ലെ. ഇപ്പൊ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എഡ്യൂറ്റൈൻമെന്റ് ആയിട്ടാണ്, അതൊരു എന്റർടൈൻമെന്റും എഡ്യൂക്കേഷനും കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് ആസ്വദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരു ആസ്വാദനമായിട്ട്. അപ്പൊ ഇതൊരു എൻജോയ്മെന്റ് റീക്രിയേഷൻ അതിനൊക്കെ വേണ്ടിയുള്ളതാണ്. ഈസ് ആൾസോ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. It is needed to keep up rest and gain energy. കാരണം നമുക്ക് അങ്ങനെ ഒരു പിന്നെ എൻജോയ്മെന്റ് റീക്രിയേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വീണ്ടും എനർജി വീണ്ടെടുക്കാൻ പറ്റും. നമ്മൾ പറയും, നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുകയാണെങ്കിൽ 40 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് പാട്ട് പാടണം, 2 മിനിറ്റ് പാട്ട് പാടണം. അല്ലെങ്കിൽ പാട്ട് പാടുക എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓരോരുത്തർക്ക് എന്താണ് അവരുടെ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ അവരൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവരുടെ സ്ട്രാറ്റജി, അത് യൂസ് ചെയ്യാം. പിന്നെ അതിനങ്ങനെയൊക്കെ പോകാൻ പാടില്ല അല്ലെ, പിന്നെ ആ വഴിക്കൊക്കെ പോകാൻ പാടില്ല. അതാണ് അതിന്റെ വേറെ പ്രശ്നം അല്ലെ. 5 മിനിറ്റ് കളിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ കളി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു സംഭവം അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും നമ്മൾ ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെ പോകും. Leisure time should be utilized in such activities that are beneficial to the individual as well as society. If wisely used, it's both physical and mental balance, artistic, moral, and aesthetic. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ ബാലൻസ് കിട്ടും, ആർട്ടിസ്റ്റിക്, മോറൽ, അതേപോലെ തന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പലപ്പോഴും പറയുന്നത് എ ഗുഡ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. സൗണ്ട് സ്ലീപ്പ് അല്ലെ, നമ്മളെ എത്ര ടയേർഡ് ആയാലും ഒരു 6 മണിക്കൂർ മനുഷ്യൻ ഇറങ്ങുമ്പോഴേക്കായാലും പുതിയൊരു മനുഷ്യനായിട്ട് അല്ലെ, പുതിയ എനർജിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഒരു എല്ലാ ജീവികൾക്കും ഏകദേശം എല്ലാ ജീവികളും മീനില്ല അറിയില്ല നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഈ നമ്മൾ എത്ര ടയേർഡ് ആയാലും ഒരു 6 മണിക്കൂർ ഒന്ന് അല്ലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മൾ വീണ്ടും പുതിയൊരു എനർജി നമുക്ക് വരികയാണ്. അതേപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ, എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. Developments can be inspired through the beneficial use of leisure time. Children should be educated to use their leisure time usefully and creatively. ഇത് ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ട് ഗെയിമിഫിക്കേഷൻ അല്ലെ, ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗെയിമിലൂടെ പഠിപ്പിക്കുക കുട്ടികളെ. അതേപോലെ നമ്മൾ ഈ എൻട്രി, നിങ്ങൾ ഈ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ, എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇതുവരെ ലെസൺ പ്ലാൻ എഴുതുകയോ എഴുതാൻ നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ലെസൺ പ്ലാൻ പോലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞാൻ വായിച്ചിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പോ ഞങ്ങളൊക്കെ എഴുതിയ ലെസൺ പ്ലാനിലുണ്ടായിരുന്ന എൻട്രി ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം 40 മിനിറ്റ് 50 മിനിറ്റ് ഒരു കുട്ടി പഠിച്ചിട്ട് അടുത്ത പീരീഡിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ അതിനിടയിൽ ചെറിയൊരു ഫസ്റ്റ് നമ്മൾ ക്ലാസ് പോയിട്ട് സ്മോൾ വിത്തിൻ 5 മിനിറ്റ്സ്, മാക്സിമം 5 മിനിറ്റ്സ് അതിലൊരു എൻട്രി ആക്ടിവിറ്റി കൊടുക്കണം. ആ എൻട്രി ആക്ടിവിറ്റി ഏറ്റവും നന്നാവും എപ്പോഴാണ് ആ ക്ലാസ്സിലുള്ള 50 കുട്ടികളും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് 5 മിനിറ്റിനുള്ളിൽ കഴിയണം. ഒന്ന് അതിനുള്ളൊരു ചാൻസ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു എൻട്രി ആക്ടിവിറ്റി അതാണ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് റൈം സ്കീം അല്ലെ, റൈം സോങ്. അത് നമ്മുടെ ചാപ്റ്ററായിട്ട് വന്നിട്ടുണ്ടാവും, അവിടെ കാണിക്കാൻ എല്ലാവരോടും പാടാൻ പറയണ്ട. എല്ലാവരോടും ആദ്യം ബോയ്സ് ഗേൾസ് അങ്ങനെ ഈച്ച് ഓരോ പാടുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മളൊക്കെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ എഴുതും, ബോർഡിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ ചാനലിൽ സെന്ററിൽ എഴുതി വെക്കും. എന്നിട്ട് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യും, ആരെങ്കിലൊക്കെ വരാൻ പറയും. അതുമായി റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ എഴുതി വെക്കും. പക്ഷെ വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അതായത് പിന്നെ ലാസ്റ്റ് പഠിപ്പിക്കലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ആ കണ്ടന്റ് തന്നെ ആവണം ആ ആക്ടിവിറ്റി, അതിനാണ് കുഴപ്പമുണ്ടാവില്ല കുറച്ച് ടൈം.
പക്ഷെ നിങ്ങൾ കുറെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണ്ടോ, എല്ലാ സ്റ്റെപ്പും കഴിയാൻ വേണ്ടി വരും. ഓക്കെ, എനിവേ അടുത്ത എയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിവിങ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. കംപ്ലീറ്റ് ലിവിങ്, കംപ്ലീറ്റ് ലിവിങ് ലിവിങ് എന്ന് പറഞ്ഞല്ലേ പൂർണ്ണമായ ജീവിതം എന്നാണ് വേണമെങ്കിൽ മലയാളീകരിക്കാൻ. ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷനിൽ കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഴ്സൺ വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് കംപ്ലീറ്റ് ലിവിങ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും വിദ്യാഭ്യാസത്തിലൂടെ കിട്ടണം. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ഈ കുറേ അധികം സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ. അതിനുവേണ്ടിയായിരിക്കും മാത്സും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മളെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ടോട്ടൽ ഡെവലപ്മെന്റ് ഏകദേശം സെയിം മീനിങ് ഉള്ളത് തന്നെയാണ്. ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. The education aims to develop total development of an individual which include physical, mental, emotional, social and spiritual developments. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, സ്പിരിച്വൽ എന്തൊക്കെയുണ്ടോ എല്ലാ ഡെവലപ്മെന്റ്സ്. നിങ്ങൾ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് പഠിച്ചിട്ടുണ്ടാണോ, എഴുതിയിട്ടുണ്ടാവില്ല എക്സാമിന് അല്ലേ. റോഡസ് പീരീഡിൽ ഡിഫറെന്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ, കൾച്ചറൽ, സ്പിരിച്വൽ, ഇനിയുണ്ടോ മോറൽ, ഇമോഷണൽ, ഇമോഷൻ അല്ലെ. അതാണ് ഗാന്ധിജി പറഞ്ഞത് അല്ലെ, ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഓൾ ഫ്രോം ഗാന്ധിജിയുടെ ഡെഫിനിഷൻ, ഗാന്ധിജിയുടെ ഡെഫിനിഷൻ, ഗാന്ധിജിയുടെ ഡെഫിനിഷൻ അല്ല, ഗാന്ധിജി എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്. ഗാന്ധിജി എന്താ പറയാൻ പോകുന്നത്, ഈസല്ല ഓസ അറിയണ്ടല്ലേ. ഓക്കെ, ഈസും ഓസും പറഞ്ഞ ഈസ് യൂണിവേഴ്സൽ ട്രൂത്തിന് പറയാന്നാണ്. ഗാന്ധിജിക്ക് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് അംഗീകരിക്കാം. ഒരു ഡിബേറ്റിൽ നടന്നൊരു സാധനം മറുപടിയാണ്. ആ അപ്പൊ എന്താ ഓർമ്മയില്ല, ഓർമ്മയില്ല പറ. ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ചൈൽഡ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, സോൾ. എങ്ങനെ harmonious development aim of education, harmonious development aim of education. It means the harmonious cultivation of the physical, intellectual, aesthetic and moral aspect. ഓരോന്നും ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, എല്ലാം കൂടി അല്ലെ ഒരു യോജിപ്പിലേക്ക് എത്തുകയും വേണമല്ലോ അല്ലെ. എല്ലാ ഡെവലപ്മെന്റും അതിന്റെ ഒരു സ്വാഭാവികമായ സ്റ്റാറ്റസിൽ ഉണ്ടാവണം. ഒരാൾക്ക് നമ്മൾ പറയുമല്ലോ അല്ലെ, നമ്മുടെ ഈ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയുള്ള ചില ആപ്പുകൾ അല്ലെ. നമ്മൾ എത്ര സമയം നടന്നു എന്ന് കാണിക്കും, എത്ര സമയം നടക്കണം എന്ന് കാണിക്കും അല്ലെ, എത്ര കലോറി നമുക്ക്. ഫ്രീ ആപ്പുകൾ ഒരുപാടുണ്ടല്ലോ അല്ലെ, എത്ര കലോറി നമുക്ക് പിന്നെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും വേണം എന്നൊക്കെ അതിൽ കാണിക്കും. അപ്പൊ അതിന് നമ്മുടെ ബോഡി വെയിറ്റ് സ്മാർട്ട് വാച്ചിലുണ്ട്. ആ സ്മാർട്ട് വാച്ചിൽ കാണിക്കും. അതിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആപ്പുകളും അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ള ആപ്പുകൾ. അപ്പൊ നമ്മള് പിന്നെ എത്ര സ്റ്റെപ്പ് നടന്നു എന്നൊക്കെ അതിൽ കാണിക്കും. അപ്പൊ അവര് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡാറ്റ അല്ലെ, നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മുടെ ഏജ്, നമ്മുടെ ഹൈറ്റ് ഇതൊക്കെ ചോദിക്കും. അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് തരിക അല്ലെ. നിങ്ങൾ ഇത്ര ഒരു ദിവസം ഇത്ര നടക്കണം, ഇത്ര കലോറി ഭക്ഷണം കഴിക്കണം, ഈ സാധനം അവർ പറയാം. അങ്ങനെ ഒരു എന്താ അതിനൊരു സാധനം ഉണ്ടല്ലോ, ടേബിൾ ഉണ്ടല്ലോ അല്ല, ഈ എന്താ ബയോളജിക്കൽ ക്ലോക്കോ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ അതിനല്ലേ. എന്തൊക്കെയോ എനർജി സൈക്കിൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ ടേംസ്. അപ്പൊ ഏതായാലും പിന്നെ ഇതൊക്കെ അല്ലെ അതിൻ്റെതായ അളവിൽ ഒരാളുടെ ഹൈറ്റും വെയിറ്റും അല്ലെ, അല്ലെങ്കിൽ അത് തമ്മിലൊരു ബാലൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നല്ല ഹൈറ്റ്
ആ പറ. ആ ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു ആ ഒരു ഇതിൽ തന്നെ പോകുമ്പോൾ കുഴപ്പമില്ല അല്ലെ, അല്ലെങ്കിൽ പ്രശ്നമാണ് മൊത്തത്തിൽ. അതേപോലെയാണ് നമ്മൾ ഈവൻ ഇന്റലക്ച്വൽ സാധനങ്ങളും ഒക്കെ. ആ നിങ്ങള് ഐക്യൂന്റെ ഐക്യം അങ്ങനെ തന്നെയല്ലേ ഐക്യൂന്റെ അതിന്റെ സൂത്രവാക്യം എന്താ? ഇക്വേഷൻ MA/CA ആണോ CA/MA ആണോ? എക്സാമിൽ ചോദിച്ചിരുന്നു. ആ മെന്റൽ ചോദിച്ചിട്ട് മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ്. നിങ്ങളെ മെന്റൽ ഏജ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കൂടുതലാ? The aim of education is to produce a well-balanced personality, or the powers and abilities of the child should be developed in harmonious manner. Mahatma Gandhi emphasized this aim of education very much when he said, by education we mean all-round drawing out of the best in child, man, body. ഇത് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ചില സ്ഥലത്ത് ചെറിയ ചെറിയ വേരിയേഷനിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഒറിജിനൽ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം അല്ലെ, ഞാൻ നോക്കിയിട്ട് പറയാം. പല ടെക്സ്റ്റുകളിലും അല്ല നമ്മൾ കാണുന്ന അത് ഗാന്ധിജി ഇനിയിപ്പോ ഏത് ലാംഗ്വേജിലേക്ക് പറഞ്ഞെന്ന് പറയില്ല. ഗുജറാത്തിലെ പറഞ്ഞെങ്കിൽ എന്തായാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് ഓരോരുത്തരും ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഗാന്ധിജി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് സോഴ്സ് എന്താണ്? By education we mean all round drawing out of the best in child, body, അവിടെ ഒരു ഹൈഫൺ ഉണ്ട്, ബോഡി മൈൻഡ് ആൻഡ് സോൾ എന്നത് സ്പിരിറ്റും രണ്ടും സെയിം മീനിങ് ആണ്, ആത്മാവ് എന്നാണ്. ഓക്കെ അല്ലേ? നേരത്തെ അല്ലെ സ്പിരിച്വൽ എയിം പറഞ്ഞു, മോറൽ ഡെവലപ്മെന്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഈ എയിംസ് ഒക്കെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരിക എസ്സേ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ 4-5 എഴുതിയാൽ മതി. മോറൽ ഡെവലപ്മെന്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഇടയിൽ ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും സ്വയം കോഴ്സ് ഇതുവരെ ചെയ്തവർ കൈകാര്യം സ്വയം സ്വയം എക്സാം എഴുതിയിട്ടില്ല. എക്സാം എഴുതിയവരായിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്തവർ എത്ര പേരുണ്ട് സ്വയത്തിൽ ഇതുവരെ? സ്വയം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ സെൽഫ് സ്റ്റഡി ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. 3-4 ആഴ്ചയുടെയും അല്ലേ? അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു പുതിയ കോഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ പൈസ ഒന്നും വേണ്ട, എക്സാം എഴുതുന്നതിന്റെ പൈസയും വേണ്ട. അത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം, എക്സാം എഴുതണോ വേണ്ടതൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യാം. എല്ലാവർക്കും ABC ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഏതിനാണ് ഏത് ടോപ്പിക്കാണ് രജിസ്റ്റർ ചെയ്തത്, ഏത് കോഴ്സിനാണ് ചെയ്തത്, ഫോണിൽ രജിസ്റ്റർ ചെയ്യാം. സെൽഫ് റിയലൈസേഷൻ അടുത്ത എയിം ആണ്. സെൽഫ് റിയലൈസേഷൻ അടുത്ത എയിം സെൽഫ് റിയലൈസേഷൻ. സ്വയം തിരിച്ചറിയാം, സെൽഫ് റിയലൈസേഷൻ. അടുത്ത സ്വയം ആ പോർട്ടലിൽ ചെയ്തിട്ടുണ്ടോന്നാ? സെൽഫ് റിയലൈസേഷൻ കുറച്ച് ചേഞ്ച് ചെയ്തോ, കുറച്ച് ചേഞ്ച് ചെയ്തോ എന്ന് പറയാം. ഞാൻ സമയം തരാം. Some educationalists think that this aim is the most important aim of education. നമ്മളെല്ലാം അറിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ അറിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് ആരെങ്കിലും ഇതിലുണ്ടോ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇപ്പോൾ എപ്പോഴെങ്കിലും ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ എൻ്റെ അടുത്ത് ഫോം ഉണ്ട്, കഴിഞ്ഞ ദിവസം കിട്ടിയ ഫോം ഉണ്ട്, ആരും ഉണ്ടാക്കിയത് കിട്ടില്ല, ഞാൻ കൊണ്ടുവരാം. അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ, വീട്ടിലുണ്ടെന്നാ തോന്നുന്നു. ഞാൻ അതിനെ എടുത്തു, ഞാൻ ഫ്രണ്ട്സ് കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മളിപ്പം വന്ന ടീച്ചിങ്ങിലേക്കുള്ള വന്നിട്ട് ഇതിന് പറ്റിയ ആളൊക്കെയാണോ നമ്മളിത് നമുക്ക് നോക്കാൻ പറ്റുന്ന സാധനം അല്ലെ. കുറച്ച് നേരത്തെ ചെയ്യണം എന്നാണ് എല്ലാവരും പറയും. സെൽഫ് സ്വയം അറിയുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ. ഞാനത് കിട്ടിയപ്പോൾ വെറുതെ ചെയ്തു. അതിന് പക്ഷെ റെട്രോസ്പെക്ഷനോ ഇൻട്രോസ്പെക്ഷനോ ഒരു ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ. എന്താ പറഞ്ഞേ? ജയിക്കലൊന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജയിക്കാൻ നോക്കാന്നില്ല. നമുക്കതില് കുറെ കാറ്റഗറൈസ്, നമ്മൾ ഏത് ഫീൽഡ് ഏത് ടൈപ്സിലാണ് നമ്മൾ, അതിൽ കുറെ കോഡ് ഉണ്ടാവും. നമ്മൾ ആൻസർ നോക്കിയിട്ട് നമുക്ക് ഏത് ലെറ്റർ ആൻസർ ആണ് കൂടുതൽ കിട്ടിയത്, നമ്മൾ സോഷ്യൽ ആണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആണ്, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള നമുക്ക് അന്നേരം ഏതൊക്കെ ജോബിനാണ് നമുക്ക് നല്ലത്. ഈ രണ്ടു മൂന്നെണ്ണത്തിന് ഒരേ മാർക്ക് കിട്ടി. ടീച്ചിങ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ആർട്സ് വന്നില്ലാത്ത കാര്യങ്ങളാണ്. ഓൺലൈനില് ചെയ്യാൻ പറ്റുന്ന അവരെ അന്ന് ഞാൻ ഈ ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പോ പോയതാണ്. എക്സ്പോയിൽ പോയപ്പോ അവിടെ തൃശ്ശൂർ നടന്ന എക്സ്പോയിൽ പോയതാണ്. അപ്പൊ അവിടെ അവര് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ലിങ്ക് എടുത്ത് നോക്കിയിട്ടില്ല. ഞാൻ ആ ഒരു ഹാർഡ് കോപ്പി എടുത്ത് പെൻസിൽ കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതെന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് കാരണം കളഞ്ഞോന്നറിയില്ല. എടുക്കാം. എടുത്തിട്ട് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ കോപ്പി എടുത്തിട്ട് ചെയ്തോ, ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നോക്കാം. രസമാണ്, നമുക്ക് വെറുതെ ഒരു അസസ്മെന്റ് നടത്താം. എല്ലാത്തിനും ആൻസർ ചെയ്യണമെന്നില്ല, നമ്മൾക്ക് ബന്ധമുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ സത്യസന്ധത കാണിക്കണം, എന്നാലേ അതിന് ഫലം ഉണ്ടാവും. ഈ നമ്മൾ അതിനെ നമുക്കറിയാലോ, നമ്മളെ സത്യസന്ധമായിട്ട് ഫീൽ ചെയ്താലേ കാര്യമുള്ളൂ. നല്ല പൈസ വാങ്ങുന്നുണ്ടല്ലേ. 10th കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ആണെങ്കിലും, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അനിയൻ വീട്ടിലുണ്ടെങ്കിൽ, അവനെ അനിയത്തി വീട്ടിലുണ്ടെങ്കിൽ അവനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. 4000-5000 ഒക്കെ ഓൺലൈനിലും എല്ലാവരും വാങ്ങാറുണ്ട്. പൈസ എന്തിനും കൂടിയാണ്, അവരെ ടെസ്റ്റ് നടത്താൻ ഒരു പൈസ, അത് 1500. അതിനുശേഷം കൗൺസിലിംഗ്, അത് ബേസ് ചെയ്തിട്ട് അവന് കൗൺസിൽ ഡയറക്ഷൻ ഗൈഡൻസ് കൊടുക്കാൻ വേറൊരു 1000. അങ്ങനെ ഒരു 5000ന്റെ പാക്കേജ് ഒക്കെ ഉണ്ടാവും. ബിസിനസ് നടക്കുന്ന പേരിലാണ്. കൾച്ചറൽ ഡെവലപ്മെന്റ്. Every individual has to become cultured and civilized through education. Cultural development. The basic difference between knowledge and culture is that the former knowledge is on for its own sake, as against later it is on for its conventional value. Cultural development is a time to live using refinement, aesthetic sense, and concern and respect for others and culture. നമ്മുടെ നോളജ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നോളജ് കിട്ടാൻ വേണ്ടി അല്ലെ. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ കൾച്ചറിന് വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കൾച്ചറിന്റെ പ്രിസർവേഷൻ അല്ലെ, പ്രിസർവേഷൻ, ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. ഒരു കൺവെൻഷണൽ വാല്യൂ എന്നുള്ള അർത്ഥത്തിലാണ് കൾച്ചറിനെ നമ്മൾ കൾച്ചറൽ എയിമായിട്ട് കൾച്ചറിനെ നമ്മൾ സമീപിക്കുക. ഇത്രയാണുള്ളത്. 2-3 കുട്ടിയല്ലേ കൾച്ചറൽ ഡെവലപ്മെന്റ്. പിന്നെ ഉള്ളത് സിറ്റിസൺഷിപ്പ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. അത് മോഡേൺ എയിമിൽ വരുന്നതാണ് കൂടുതലായിട്ട് സിറ്റിസൺഷിപ്പ് എയിം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ജനറൽ എയിം എന്ന് പറയുമ്പോൾ രണ്ടും എടുത്ത് ഇത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ജനറൽ എയിം പഠിച്ചു കഴിഞ്ഞാൽ മറ്റു രണ്ടും പഠിച്ചതുപോലെയാണ്. ഏത് മോഡേൺ എയിമും ട്രഡീഷണൽ എയിമും പഠിച്ച പോലെ തന്നെയാണ് ജനറൽ എയിം പഠിച്ചാൽ എല്ലാം കൂടി വരുന്ന സാധനമാണ്. പിന്നെ നമുക്കൊരു കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അല്ലെ. ഇതൊക്കെ എപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ ഏകദേശം എല്ലാ എയിംസും പിന്നെ എല്ലാ കാലത്തും പ്രാധാന്യമുള്ള എയിംസ് തന്നെയാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ സ്പിരിച്വൽ എയിമിനെ അങ്ങോട്ട് മാറ്റി വെക്കും, എന്നാലും കൾച്ചറൽ എയിം അവിടെ ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷനേ ഉണ്ടാവും അല്ലെ. അല്ലാതെ ഈ പറഞ്ഞതെല്ലാം എല്ലാ കാലത്തേക്കും ആവശ്യമുള്ളത് തന്നെയാണ് ഈ എയിംസ് ഒക്കെ. സിറ്റിസൺഷിപ്പ്, ഇതാണ് ലാസ്റ്റ് വൺ. ജനറൽ എയിമില് ലാസ്റ്റ് വൺ, സിറ്റിസൺഷിപ്പ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. നല്ലൊരു പൗരനാവണം. കൂടുതൽ എനിക്ക് തോന്നുന്നു മോഡേൺ എയിമിലാണ് ഇത് യോജിക്കുക.
കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പൗരൻ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ കൂടുതലായിട്ട് വന്നത് അല്ലെ ഒരു ദേശരാഷ്ട്ര സങ്കല്പം തന്നെ വന്നത് ഈ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് കുറച്ചല്ലേ എനിക്ക് തോന്നുന്നു പിന്നെ 19th സെഞ്ചുറീസിലോ മറ്റോ ആകുമ്പോൾ പണ്ടേ രാജ്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നുകൂടി നമ്മുടെ ഈ സ്റ്റേറ്റ് നാഷൻ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റും അത് ബൗണ്ടറീസ് ഒക്കെ ഈ അടുത്ത നൂറ്റാണ്ടുകളാണ് വികസിച്ചു വന്നത്. അതിന്റെ മുമ്പൊക്കെ ഈ രാജാവിന്റെ രാജ്യം എന്നൊക്കെ പറയുന്നത് അത് വേറെ തന്നെ ഒരു സെൻസിലുള്ള സാധനമായിരുന്നു അല്ലെ. അവിടെ പൗരൻ സിറ്റിസൺഷിപ്പിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അല്ലെ. ഓരോ ദിവസവും പിന്നെ പുതിയ രാജ്യം വെട്ടിപ്പിടിക്കുക, സിറ്റിസൺഷിപ്പിന് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ് എന്നുള്ള ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് വന്നപ്പോഴാണ് കൂടുതൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനൊക്കെ ഒന്നും കൂടി പ്രാധാന്യം വന്നത്. ഡെമോക്രാറ്റിക് സെറ്റപ്പ് needs to be trained. ഓക്കെ, നിങ്ങൾക്ക് ഈ പീരീഡ് ഏതാണ് ഓപ്ഷൻ ക്ലാസ് കേട്ടോ. ചേഞ്ച് വരുത്തുക എങ്ങനെ ഇതിന് ശേഷം സ്പോർട്സിന്റെ എന്തൊക്കെ ചില കാര്യങ്ങൾ നീതി ടീച്ചർ നിങ്ങളോട് പ്ലാൻ ചെയ്യാനുണ്ട് എന്നൊന്നും പറഞ്ഞു. ആ ഡേറ്റ് തീരുമാനിച്ചോ? ഡേറ്റ് ഫിക്സ് ചെയ്യണം. അതല്ല, അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ നടത്തേണ്ട സ്പോർട്സ് മീറ്റ് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉണ്ടെന്ന് മറ്റു പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് പറയും ഇപ്പൊ നമ്മുടെ ഡാറ്റ് എന്തായാലും വിത്തിൻ 2 months മാക്സിമം 3 months മിക്കവാറും മാർച്ച് കഴിയുന്നതിന് മുമ്പേ ഡാറ്റ് ടീം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൾച്ചറൽ പ്രോഗ്രാം നടത്തേണ്ടി വരും. ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. പ്രിപ്പറേഷൻ കൾച്ചറൽ പ്രോഗ്രാംസ് ആ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഐറ്റംസ് അതിനൊക്കെ സെപ്പറേറ്റ് ടീംസും വേണ്ടി വരും. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ തിരുവാതിര വേണ്ടി വരും, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ വേണ്ടി വരും. എല്ലാം വേറെ വേറെ ടീം തന്നെ കളിക്കേണ്ടി വരും. കാരണം അവര് ആ ഒരേ ടീമിന് തന്നെ എല്ലാം കളിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങേണ്ടി വരും എന്നുള്ള നിർദ്ദേശങ്ങൾ. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്നാ പോയി ഓപ്ഷൻ ക്ലാസ്സിലേക്ക്. ഞാൻ ഭയങ്കര പൈസ